ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇവിടെ ഇപ്പോൾ കാലാവസ്ഥയൊക്കെ മാറി. പകൽ നല്ല വെയിലും നല്ല ചൂടുമാണ് കേട്ടോ. വൈകുന്നേരവും വെളുപ്പിനുമൊക്കെ നല്ല തണുപ്പുമുണ്ട്. പകൽ സമയങ്ങളിൽ നല്ല കാറ്റാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എണീറ്റത്. നേരത്തെ എണീറ്റ് ചേട്ടന് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ. ഇതേ നമ്മുടെ കുഞ്ഞപ്പൻ രാവിലെ തന്നെ മുറ്റത്തോടെ എന്തൊക്കെയോ പരാതി നടക്കുന്നുണ്ടേ. ഭയങ്കര സ്നേഹമാട്ടോ ഇവനാണ് ഇവിടുത്തെ ഏറ്റവും ഇളയ കുഞ്ഞ്. പതിവ് പോലെ തന്നെ കുടിക്കാൻ ആവശ്യമായ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞാൻ സ്റ്റൗവിൽ വെച്ചു. പിന്നെ കുറച്ച് ഉലുവയും കൂടി അതിലേക്ക് ഇട്ടു. ഇനി അത് അവിടെ ഇരുന്ന് തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കടുങ്കാപ്പി എടുക്കാം. കാപ്പിപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ടു. കുറച്ച് വലിയ ഗ്ലാസ്സാണ് എടുത്തത്. എനിക്ക് കാപ്പി ആയാലും പാൽ ചായ ആയാലും കട്ടൻ ചായ ആയാലും ഇച്ചിരി കൂടുതൽ കുടിക്കണം. ചേട്ടനാണെ കറക്റ്റ് ഒരു ഗ്ലാസ് മതി കേട്ടോ. അത് കൂടാനും പാടില്ല കുറയാനും പാടില്ല. കറക്റ്റ് ഒരു ഗ്ലാസ്സേ ചേട്ടൻ കുടിക്കത്തുള്ളൂ. പിന്നെ ചേട്ടന് കുറച്ച് കൂടുതൽ കടുപ്പം വേണം. ഞാൻ കുറച്ചേ കടുപ്പം എടുക്കാറുള്ളൂ. പാൽ ചായക്ക് ഞങ്ങൾക്ക് 2 പേർക്കും നല്ല കടുപ്പം വേണം. അങ്ങനത്തെ കടുങ്കാപ്പിയൊക്കെ റെഡി ആയിട്ടോ. ഇനി ഒരു ഗ്ലാസ് ഞാൻ ചേട്ടന് കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ വന്നിരുന്ന് കടുങ്കാപ്പി കുടിക്കുക. കേളി ഹെയർ ആണ് കേട്ടോ. ഞാനത് ബൊട്ടോക്സ് ചെയ്തതാണ്. ഇപ്പം ഫ്രണ്ടെല്ലാം നന്നായിട്ട് ചുരുണ്ട് വന്നു തുടങ്ങി. ഇതിനിടയിൽ അരി ഇട്ടിരുന്നു കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്നലെ വൈകുന്നേരം ബീഫ് വാങ്ങിയിരുന്നു. അപ്പോൾ അത് നമ്മൾ കറിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ കപ്പ ആവട്ടെ എന്ന് കരുതി. അപ്പം ഞാൻ കപ്പയെല്ലാം പൊളിച്ച് വൃത്തിയായി കഴുകി നുറുക്കി വേവിക്കാൻ വെച്ചു. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടു. അപ്പോൾ നല്ല കളറ് കിട്ടുമല്ലോ. അതുകൊണ്ട് അപ്പോഴേക്കും ചേട്ടൻ എണീറ്റ് വന്നു. പിന്നെ നമ്മുടെ ചോറ് വെന്തില്ല, ഏകദേശം ഒരു 10 മിനിറ്റ് തിളച്ചു. അപ്പോൾ ഞാനത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. അതൊരു സുഖമല്ലേ. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം കേട്ടോ ഇങ്ങനെ ഇരുന്ന് വർത്താനമൊക്കെ പറയാറുള്ളൂ. അന്ന് മാത്രമല്ലേ അതിനൊക്കെ സമയം കിട്ടത്തുള്ളൂ. ഞങ്ങളവിടെ ഇരുന്നപ്പോൾ നമ്മുടെ കുഞ്ഞപ്പനും ചോട്ടും കൂടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ചോട്ടുവാണ് ബാക്കിയുള്ള 3 പേരായിട്ട് എപ്പോഴും വഴക്കാം. കുഞ്ഞപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ചെല്ലും കേട്ടോ ചോട്ടുവിൻ്റെ അടുത്ത്. അങ്ങനെ 2 പേരും കൂടെ വഴക്കൊക്കെ ഉണ്ടാക്കും. അപ്പോഴേക്കും നമ്മുടെ കപ്പയൊക്കെ വെന്തായിരുന്നു. ഇനി അരപ്പ് ചേർത്താൽ മതി. ഞാനന്ന് തേങ്ങയൊക്കെ അരച്ചെടുക്കാമല്ലോ എന്നോർത്ത് നോക്കിയപ്പോഴേക്കും കറണ്ടില്ല. പിന്നെ ഞാൻ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ നമ്മുടെ ഇടിമുട്ടിയിൽ ചതച്ചെടുത്തു. എന്നിട്ട് തേങ്ങ അതും കൂടി ഇട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഞെരടിയെടുക്കുകയാട്ടോ ചെയ്തത്. പിന്നെ അരപ്പ് കപ്പയ്ക്കകത്തേക്കിട്ട് ഞാൻ ഇളക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവിടെ മീശപ്പം വന്നേ. അപ്പോൾ ചേട്ടൻ ക്യാമറയും കൊണ്ട് മീശയുടെ അടുത്തേക്ക് പോയി. മീശയുടെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ നന്നായിട്ട് ശരിക്ക് കപ്പ ഇളക്കിയെടുത്തു. അതിൻ്റെ ഇടയിൽ പച്ചവെളിച്ചെണ്ണയും കുറച്ച് ഒഴിച്ചായിരുന്നു കേട്ടോ കപ്പയിൽ. പിന്നെ ഞങ്ങൾ ഓർത്തു ബീഫും കൂടെ കൂട്ടി മിക്സ് ചെയ്തെടുത്താലോ എന്ന് വിചാരിച്ചേ. ബീഫും കുറച്ച് എല്ലും കൂടെ ആയിട്ടായിരുന്നു വാങ്ങിയത്. അപ്പോൾ കുറച്ച് നെയ്യൊക്കെ ഉള്ളപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ കുറച്ച് കറി എടുത്തു. അതിലേക്ക് നമുക്ക് അപ്പോൾ കഴിക്കാൻ ആവശ്യത്തിനുള്ള കപ്പയും കൂടെ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇതൊക്കെ ചേട്ടനാണ് ഇവിടെ ചെയ്യുന്നത്. ഞാനങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ നല്ല അടിപൊളി കപ്പ ബിരിയാണി, ഞങ്ങളുടെ മാത്രം കപ്പ ബിരിയാണിയാണ് കേട്ടോ ഇത്. ആ കപ്പ ബിരിയാണിയൊക്കെ റെഡിയായി. അപ്പം ഞാൻ 2 ഇല മുറിച്ചുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കപ്പ ബിരിയാണി വിളമ്പി കുറച്ച് സവോളയും കൂടി മുകളിലേക്ക് ഇട്ടു. കുറച്ച് മാങ്ങാച്ചാറും കൂടി ഇട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കഴിക്കുവാണ്. മാങ്ങാച്ചാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കഴിഞ്ഞ ദിവസം ഞാൻ നെല്ലിക്കാച്ചാറ് കുളമായ വീഡിയോ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ലെറ്റ്സ് കുക്ക് ടുഗദർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ ചേച്ചി എനിക്ക് അത് റെഡിയാക്കാനുള്ള പറഞ്ഞു തന്നിരുന്നു. ഞാനപ്പോൾ അതുപോലെ തന്നെ ഗ്രേവിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയോട് ഒത്തിരി താങ്ക്സ്. പിന്നെ ഞാൻ കപ്പയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചായ എടുത്തേക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ചായ എടുക്കുവാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ആ എൻഗേജ്മെൻറ്റിന് പോകണം. എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ പോയി കാണണേ. അപ്പോൾ ഞങ്ങൾ റെഡിയായി എൻഗേജ്മെൻറ്റിന് പോയി. തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ചേട്ടൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 10 മിനിറ്റ് മുന്നേ വന്നേന്നാട്ടോ പറഞ്ഞത്. അതുകൊണ്ട് ഒത്തിരി നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. പിന്നെ രാവിലത്തെ കപ്പ ഇരിക്കുന്നുണ്ടായിരുന്നു. മിക്സ് ചെയ്തതല്ല, സെപ്പറേറ്റ് ആയിരുന്നു ഇരുന്നത്. പിന്നെ ഞങ്ങളത് അപ്പോൾ തന്നെ മിക്സ് ചെയ്തെടുത്തു. അങ്ങനെ അവർ 2 പേരും കൂടി കുറച്ച് കപ്പയൊക്കെ കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചേട്ടൻ അച്ഛനെ കൊണ്ടുവിടാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്ററേ ഉള്ളൂ ചേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. താങ്ക്